പഠിക്കാൻ പോകുന്നത് സ്റ്റെൻസിൽ പെയിന്റിങ്ങിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഡ്രസ് മെറ്റീരിയൽ സ്റ്റെൻസിൽസ് നമ്മൾക്ക് ചെയ്യാന്നുള്ളതാണ്. ഈസി ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റെൻസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടുത്തെ കളേഴ്സ് ഇപ്പം ഞാൻ ഇളക്കി കളഞ്ഞതാണ്. നമുക്കിതിങ്ങനെ OHP ഷീറ്റിൽ വെട്ടിയെടുക്കാം. അതല്ല OHP ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പേപ്പറിൽ നമുക്ക് ഒരു ഡിസൈൻ വരയ്ക്കുക. ഡിസൈൻ വരച്ചിട്ട് ഡിസൈൻ്റെ അകവശം ബ്ലേഡും കൊണ്ടങ്ങ് കട്ട് ചെയ്തങ്ങ് കളഞ്ഞാൽ മതി. അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഫെവിക്വിൽ കമ്പനിയുടെ ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റെൻസിൽസ് റെഡിമെയ്ഡായിട്ട് കട്ട് ചെയ്തത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ വേണേൽ എടുക്കാം. ഇതിപ്പോൾ OHP ഷീറ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഇതിലെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഫസ്റ്റിലെ നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു പ്ലേറ്റ്, പിന്നെ ഫാബ്രിക് പെയിന്റ് ഇതാണ് ഫാബ്രിക് പെയിന്റ്. ഇതിൽ ബ്ലൂ ക്യാപ്പ് ഉള്ളത് ക്ലോത്തിനുള്ളതാണ്. സെയിം തന്നെ വൈറ്റ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ആക്രിലിക് ആണ്. ഇപ്പോൾ ഇതിൽ ബ്ലൂ ക്യാപ്പ് കിട്ടിയ വൈറ്റ് ക്യാപ്പ് ആണെങ്കിലും ചെയ്യാം. ഇനി കൂടുതൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബോട്ടിലിൽ കിട്ടുന്നുണ്ട്, അതായാലും മതി. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് കളറ് ഡയറക്റ്റായിട്ട് ഞാൻ എടുത്തു. ഇതിൽ നമുക്ക് പെയിൻറ്റിങ് പഠിക്കണം എന്നില്ല, പഠിക്കാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റുകൾ ഇതെല്ലാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, ഒന്നുമില്ല. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഒരു സ്വല്പം സ്പോഞ്ച് കണ്ടോ, നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. ഇതിന് ഒന്നുമില്ല, നമ്മുടെ പാത്രം കഴുകുന്നതിൻ്റെ അകത്തുനിന്നായാലും മതി. ഒരു സ്വല്പം സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ആ സ്പോഞ്ചിനെ നമ്മൾ ഒന്ന് ഇതിൻ്റെ അകത്ത് മുക്കിയെടുക്കുക. എന്നിട്ട് റഫായിട്ട് ഇത് 2-3 ഇങ്ങനെ കുത്തുക, റഫായിട്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് എവിടെയാണോ ഡിസൈൻ വേണ്ടത് ആ ഭാഗത്തായിട്ട് നമ്മൾ വെക്കുന്നു. ഇപ്പം ഞാൻ ഈ സൈഡിലായിട്ട് വെക്കാം. വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് കണ്ടോ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിൽ ലോഡ് തീർന്നെങ്കിൽ വീണ്ടും ഇതിങ്ങനെ എടുത്തു റഫ് കൊടുക്കുക. വെള്ളം ഒന്ന് തുള്ളി പോലും ഉപയോഗിക്കരുത് കേട്ടോ. ഇതിൽ ഇനി ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് സെലോ ടേപ്പ് വെച്ച് അങ്ങ് ഒട്ടിച്ചേക്കുക. അത് കഴിഞ്ഞ് സെലോ ടേപ്പ് അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. ചെയ്യാൻ എളുപ്പമുള്ള സംഭവം തന്നെയാണ് കേട്ടോ. ചെയ്തു. കണ്ടോ, അപ്പോൾ നമ്മുടെ സ്റ്റെൻസിൽ ഇതെങ്ങനെ ഇരിക്കുന്നു. സ്റ്റെൻസിലുണ്ട്. അതൊന്ന് നെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സൈഡ് നോക്കുക, എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡും കറക്റ്റായിട്ട് നോക്കിക്കൊണ്ട് ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുത്ത് തന്നെ വയ്ക്കുക. കണ്ടല്ലോ. ഇനി ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിങ്ങനെ ഒന്ന് പൊക്കി വിട്ടേക്കണം. ക്ലോത്ത് ഇങ്ങനെ ഒന്ന് പൊക്കി വിടുക. സിമ്പിളായിട്ടുള്ളതേ ഉള്ളൂ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. നമ്മളൊന്ന് പൊക്കി ഇങ്ങനെ വിട്ടതിന് ശേഷം ഒന്ന് നോക്കുക. ചില സ്ഥലത്ത് സൈഡിൽ കൂടെ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്രഷും കൊണ്ട്, സാധാരണ അങ്ങനെ ആകത്തില്ല, ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോഴാണ് ആയെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തേക്കുക സൈഡ് നീറ്റാക്കാൻ. ഇത് ബ്ലാക്ക് കളർ മാത്രമല്ല കേട്ടോ, ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പം ബ്ലാക്ക് കളറിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഇത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പാൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്, ലെഗിൻസിലാണ് ചെയ്തിരിക്കുന്നത്. വൺ സൈഡ് മാത്രം ലെഗിൻസിൽ ചെയ്തിരിക്കുവാണ്. ഡിസൈനർ ലെഗിൻസ് ആക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ചുരിദാർ വേണേൽ ചുരിദാർ ചെയ്യാം, അതൊക്കെ ഷോൾ വേണേൽ ഷോൾ ചെയ്യാം, ബാഗ് വേണേൽ ബാഗിൽ ചെയ്യാം, നമ്മുടെ എന്ത് വേണം ആക്സസറീസിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ക്ലോത്ത് മെറ്റീരിയൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത്രയും ഇത് ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാഗ്, ഇതുപോലത്തെ നമുക്ക് ജൂട്ട് ബാഗ്സ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, പേപ്പർ ബാഗ്, ജൂട്ട് ബാഗ്. അതിലും ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിങ്ങനെ വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഈ ബാഗിൻ്റെ ഒരു സൈഡിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്.
ബാഗിൻ്റെ ആയിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ കൂടെ ഞാൻ 3D വെച്ച് അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനാണ്, എങ്ങനെ വേണേലും ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ സെയിം ഡിസൈൻ തന്നെ ഇതെൻ്റെ ലെഗിൻസ് ആണ്. ഇത് അതുപോലെ തന്നെ ലെഗിൻസ് കണ്ടോ, ലെഗിൻസിൻ്റെ ആ കാലിൻ്റെ ഒരു സൈഡിൽ കൂടെ മാത്രം, സെൻറ്റർ പോർഷനിൽ കൂടെ മാത്രം ചെയ്തിരിക്കുവാണ്. ഇനി വരെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. മറു സൈഡിലൊന്നും ചെയ്തിട്ടില്ല, ഒരു കാലിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് ഫാഷനായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു സൈഡ് മാത്രം വേണം ചെയ്യാം, 2 സൈഡും ചെയ്യണേ ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇതുപോലെയുള്ളത് എല്ലാവരും ചെയ്ത് നോക്കാമല്ലോ. എളുപ്പമുള്ള സംഭവം തന്നെയല്ലേ സ്റ്റെൻസിൽ ചെയ്യാൻ. ഈ പെയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കളേഴ്സ് ഡബിൾ കളർ വേണേൽ ഡബിൾ കളർ കൊടുക്കാം, ട്രിപ്പിൾ കളർ വേണേൽ കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പം എനിക്ക് എടുത്തു സെയിം ഇതുകൊണ്ട് തന്നെ എല്ലായിടത്തും കാണിച്ചു എന്ന് മാത്രം. ഇഷ്ടംപോലെ സ്റ്റെൻസിൽസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെൻസിൽസ് ഇതും സെയിം രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇത് തന്നെ സെയിം ബോട്ടിലുകൾ കിട്ടുന്നുണ്ടല്ലോ, ബോട്ടിലിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നതെല്ലാം ഒരേ മെത്തേഡ് തന്നെ. നമ്മൾ തന്നെയാണ് ഏത് ക്ലോത്തിൽ വേണോ, ചുരിദാറിൽ വേണോ, സാരിയിൽ വേണോ, ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. നമ്മളിവിടെ ചെയ്യുന്ന ആപ്ലിക് വർക്കാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ആപ്ലിക് വർക്ക് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ആപ്ലിക് വർക്കെന്നോ പാച്ച് വർക്കെന്നോ എന്ത് വേണേലും നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംഭവം ചോദിച്ചാൽ, നമ്മൾ ഒരു ഡിസൈന്, ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഡിസൈന്. ഒന്നുകിൽ ഒരു ഡിസൈൻ, പിന്നെ വേണ്ടത് ഫാബ്രിക് ഗ്ലൂ. ഇനി ഇങ്ങനെ ഡിസൈൻസ് നമുക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്ലോത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന ക്ലോത്തുകളുണ്ട്. നമുക്ക് എന്ത് ഡിസൈൻസ് വേണേലും അതിൽ കിട്ടും. പൂക്കളായിട്ടോ ഇല്ലെങ്കിൽ ആനിമൽസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, അങ്ങനെ പല ഇതിലും ഷേപ്പിലും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ക്ലോത്തുകൾ വാങ്ങിക്കാം. വീട്ടിലില്ലേ നമ്മുടെ ചുരിദാറിൻ്റെ, പഴയ ചുരിദാറിൻ്റെ പീസുകളായാലും നല്ല ഡിസൈൻസ് കാണും. അങ്ങനെ എന്തെങ്കിലും ആയാലും മതി കേട്ടോ. ഇതിങ്ങനെയുള്ളതിൽ ഇതിൽ ഈ ഒരു പോർഷൻസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഞാനൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്രി എടുത്തിട്ട് അതിനെ കട്ട് ചെയ്യുന്നു. അതിൻ്റെ ഔട്ടർ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയുക. വീട്ടിലെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഇതിൻ്റെ സന്തോഷം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. ആ ഡ്രസ്സുകളായിരിക്കും എപ്പോഴും നമ്മൾ അയൺ ചെയ്യുമ്പോൾ കത്തിപ്പോകുന്നത്, അയൺ ബോക്സ് വെച്ച് കത്തിപ്പോകുന്നത്. അങ്ങനെ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ നമുക്ക് വർക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ട ഇതിപ്പോൾ ഞാനൊരു പീസ് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ ചീത്ത വശത്ത് വേണം ഫാബ്രിക് ഗ്ലൂ ഇടുക. ഫാബ്രിക് ഗ്ലൂ ഇടാൻ പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ മാത്രം ഇട്ടാൽ മതി. അതല്ലാതെ മൊത്തം ഇടേണ്ട ആവശ്യമില്ല. മുഴുവനും കൂടെ തേച്ച് കൊടുക്കണ്ട, നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി.
ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ ഞാൻ എവിടെയൊക്കെ വേണോ അവിടെയെല്ലാം ഞാൻ ഇട്ടിരിക്കുന്നു. ഇനി പിന്നെ ഉള്ളതെന്ന് ചോദിച്ചാൽ എവിടെയാണോ നമുക്ക് ആവശ്യം ആ ആവശ്യമുള്ള ഏരിയയിൽ നമ്മൾ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ വരച്ചതായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. ഒരിക്കലും നമുക്കത് ചെയ്തത് ഒട്ടിച്ചിരിക്കുവാന്ന് തോന്നത്തില്ല. ഇനി ഇതേപോലെ തന്നെ വേണം നമുക്ക് വലിയ ഷീറ്റുകളാണ് ഇതിൻ്റെ ഈ ഔട്ടർ ഏരിയ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പില്ലോ കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയതായിട്ട് ചെയ്യുക. പില്ലോ കവേഴ്സിൻ്റെ സെൻട്രലായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇനി അടുത്ത ഞാനിവിടെ ഇതിൽ കാണിക്കുന്നത് എന്താണ്ടേ, ഇതെൻ്റെ ഒരു ചുരിദാറാണ്. ഈ ചുരിദാറായാൽ ഇതിൽ പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്കിങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് ഈ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് തന്നെയാണ് ഞാനിത് ഒട്ടിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ ഇത് ഈ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാനൊരു ബെഡ്ഷീറ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പാച്ച് വർക്കിൽ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റാണിത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തന്നെ ഇവിടെ ഒരു വൈറ്റ് ക്ലോത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഡക്കെല്ലാം വരച്ചിരിക്കുവാണ്. വരച്ചതിന് ശേഷം അതിനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിരിക്കുവാണ്. അതായത് ഇതിൽ ചെയ്തിരിക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും എന്നൊരു കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് അമ്മ ഇങ്ങനെ ഹാറ്റ് എറിഞ്ഞ് കളിക്കുന്നു, കുട്ടികൾ അത് കണ്ട് ചിരിക്കുന്നു, കളിക്കുന്നു, ഇങ്ങനെയുള്ള രീതിക്കാണ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവർ തമ്മിൽ കളിക്കുന്നു, അമ്മ ഇതിങ്ങനെ കളിക്കുന്നു. ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മുടെ പാച്ച് വർക്കുകളായിട്ട് ചെയ്തിരിക്കുന്നതാണ്, ആപ്ലിക് വർക്കുകളാണ്. അപ്പോൾ നമുക്കൊരു കുറച്ച് തുണിയും അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ ഉണ്ട്, ഫുള്ളായിട്ട് തന്നെ ഉണ്ട് ഷീറ്റിൽ. ഇത് പിണങ്ങി നിൽക്കുന്ന ഫോമിലാണ് ഇതിൻ്റെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടോ, കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ ഒരാൾ പിണങ്ങിയൊക്കെ നിൽക്കില്ലേ, ആ രീതിക്കൊക്കെയാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. എന്താ ഫാബ്രിക് പെയിൻറ്റിങ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്ത് വൈറ്റ് ക്ലോത്തിൽ ചെയ്തിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇതിന് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ ഇത് കണ്ടോ, ബാക്ക് സൈഡിൽ ആ ഒട്ടിച്ച ഭാഗം മാത്രം, അത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കാണാനൊന്നും പറ്റില്ല, നമ്മൾ ഒട്ടിച്ച വൃത്തികേടുകളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസിൽ, ചുരിദാറിൽ, സാരിയിൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അറ്റാച്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ഒന്നുകിൽ പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈൻസ് കിട്ടുന്നത് വാങ്ങിച്ചിട്ട് അതിനെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുമല്ലോ. താങ്ക് യു. ഹായ്.
നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ബ്ലോക്ക് പെയിന്റിംഗ് ആണ് കാണിക്കുന്നത്. ബ്ലോക്ക് പെയിന്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് വെച്ച് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ബ്ലോക്സ് തന്നെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ കയ്യിലൊക്കെ മൈലാഞ്ചി ഇടാൻ വേണ്ടി എടുക്കില്ലേ, ആ ബ്ലോക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 30 രൂപ തൊട്ടുള്ളതാണ്. ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്സിലാണ് അത് കിട്ടുന്നുണ്ട്. ആ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും. ആ ബ്ലോക്സ് ഞാൻ 3 ബ്ലോക്സ് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇങ്ങനെ ബ്ലോക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ ബോർഡർ ഡിസൈൻസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇനി അതല്ല വലിയതായിട്ട് നമുക്ക് വലിയതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ളത് ബ്ലോക്ക് വേണം, പിന്നെ നമുക്ക് ഫാബ്രിക് പെയിന്റ് വേണം. ഇപ്പം ഞാൻ ഇതിലിപ്പം ചെയ്യുന്ന ക്ലോത്ത് ഓറഞ്ച് ആയതുകൊണ്ട് ബ്ലാക്കിലാണ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ കുറച്ച് എറിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ, നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. എന്ത് കളേഴ്സിൽ വേണമെങ്കിലും സാരീസിലൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. തൽക്കാലം ഇപ്പം ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഷീറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതിൽ ചെയ്യുന്നത്. ബഡ് ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ബ്ലോക്ക് എടുത്ത് വെച്ചു. ആ ബ്ലോക്കിലോട്ട് നമ്മൾ സ്പോഞ്ചിൽ കളർ കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളർ കൊടുക്കുന്നു. ബ്രഷ് വെച്ച് കൊടുക്കണ്ട, സ്പോഞ്ച് വെച്ച് കൊടുത്താൽ മതി. എന്നാലും നമുക്ക് എല്ലായിടത്തും ഈക്വലായിട്ട് പറ്റുള്ളൂ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലോഡ് മാത്രമേ അവിടെ ചെല്ലുള്ളൂ. എല്ലായിടത്തും നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ പ്രസ് ചെയ്യുക. നമ്മളിത് തന്നെ പ്രസ് ചെയ്തിരിക്കുന്നു. നമ്മളത് എടുക്കുവാണ്. നമ്മൾ ഡിസൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഏരിയയിൽ ഇതേപോലെ തന്നെ സ്പോഞ്ച് വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഏരിയയിൽ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിത് കൊടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആ 3 എണ്ണം കൊടുത്തിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കർച്ചീഫാണിത്. കിച്ചൺ കർച്ചീഫായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ ചെയ്തിരിക്കുന്നതാണ്. 3 എണ്ണം ചെയ്തു. പിന്നെ ഇത് ഡ്രൈ ആയിട്ടില്ല. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിത് 24 hours കഴിയുമ്പോൾ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.